ജോഷിയേട്ടൻ്റെയും ശശി സാറിൻ്റെയും കാര്യം ഇപ്പോൾ പറഞ്ഞു. ഈ രണ്ടുപേരുടെ സിനിമകളിലും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ജോഷിയേട്ടൻ ഒരുപാട് നല്ല വേഷം, അതുപോലെ തന്നെ ശശി സാർ, രണ്ടുപേരും. ഒരുപക്ഷെ എൻ്റെ വളർച്ചയുടെ പിന്നിൽ ഈ രണ്ട് ശക്തികളാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. നോട്ടബിൾ ആയിട്ടുള്ള പല വേഷങ്ങൾ, ഇപ്പോൾ ആവനാഴിയിലെ പോലീസ് മേധാവിയാണെങ്കിലും, ജോഷിയേട്ടൻ്റെ ലേലം, ന്യൂഡൽഹി, അങ്ങനെ ഒത്തിരി സിനിമകളിൽ ജോഷിയേട്ടൻ്റെതായിട്ടും തന്ത്രം മറ്റേ ശശിയേട്ടൻ്റെ ഒട്ടുമിക്കവാറുള്ള എല്ലാ സിനിമകളിലും ഒരു സജീവ സാന്നിധ്യമുണ്ട്. ഇപ്പോഴും ആ ഒരു സൗഹൃദം നിങ്ങളൊക്കെ തമ്മിൽ കാത്തു സൂക്ഷിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇവരൊക്കെ മിക്കവാറും ജോഷി സാറിനെ വിളിക്കാറുണ്ട്, ഐശ്വര്യനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ പടത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും അവസാനം ജോഷി സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നൊരു പടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. അദ്ദേഹം അതിനുശേഷം പടം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസം മുമ്പ് വിളിച്ചപ്പം പുതിയ പടമൊന്നും ആയില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ ചെറുപ്പക്കാരെയൊക്കെ ചുവടം ചെയ്യുന്നു കേട്ടു. അതെനിക്ക് വേഷമുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സിനിമയുടെ മൊത്തം ഘടകം മാറിപ്പോയില്ലേ ഇപ്പം. ഇപ്പോൾ ഓരോരുത്തർ തീരുമാനിക്കുന്നതാണല്ലോ സിനിമ നടന്മാരാകുന്നത്. ഓരോരുത്തർക്കും ഓരോ ബെൽറ്റാണ്. നമ്മളൊരു ബെൽറ്റും ഇല്ല, നമുക്ക് നമ്മുടേതായ ബെൽറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ല, സിനിമയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിസവും ബെൽറ്റും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ബെൽറ്റുകളൊക്കെ ആരൊക്കെയാണ് അതിൻ്റെ? അല്ല, ഒരുപാട്. അത് പറയാന്ന് വെച്ചാൽ എറണാകുളം ബെൽറ്റുണ്ട്, ട്രിവാൻഡ്രം ബെൽറ്റുണ്ട്. അപ്പോൾ എറണാകുളം ബെൽറ്റ് ആരാ ഹെഡ് ചെയ്യുന്നത്? അല്ല, എറണാകുളം ബെൽറ്റ് ഒരുപാട് പേരുണ്ട്. ഇപ്പം മമ്മൂട്ടി ബെൽറ്റുണ്ട്, മോഹൻലാൽ ബെൽറ്റുണ്ട്, ദിലീപ് ബെൽറ്റുണ്ട്, അങ്ങനെ ഒരുപാട് ബെൽറ്റുകളുണ്ട്. ഒരുപാട് നടന്മാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ടല്ലോ. പ്രേം നസീർ സാർ മുതലുള്ള ഒരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ച നടനാരാണ്? പറയാം, അങ്കിളിന് പറയാം, കുഴപ്പമൊന്നുമില്ല, വിവാദമാവത്തില്ല, ധൈര്യമായിട്ട് പറയാം. വിവാദമാകുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമേ ഇല്ല. കാരണം മലയാളത്തിൽ ഒരുപാട് നടന്മാരുണ്ട്, മെഗാ സ്റ്റാർസ് ഉണ്ട്, സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ഒക്കെ ഉണ്ട് മലയാളത്തിൽ. പക്ഷേ മലയാളത്തിൽ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് നസീർ സാറാണ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. കാരണം ഗ്രേറ്റ് എന്ന് പറയാൻ അതിനപ്പുറം ഇല്ലല്ലോ. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ആ വലിയത് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും പറയാനില്ല, ഒരു എടുത്തു വയ്ക്കാനില്ല. ഉണ്ടോ? മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ നസീർ സാർ തന്നെയായിരുന്നു. സംശയമില്ല എനിക്ക്. അന്നും ഇന്നും എപ്പോഴും എക്കാലവും ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? ഭ്രാന്തനായിട്ട് ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവ് നല്ല വേഷമല്ലേ ഇത്? ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തോട് ചെയ്യിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ റോളുകൾ കൊടുത്തിട്ടാണോ, പൈങ്കിളി കാമൂനക്കായിട്ടുള്ള റോൾ കൊടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. ചില വേഷങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലാവും. അതാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. വേറെ ഒന്നുണ്ട്, അത് ഓർമ്മ വരുന്നില്ല, പഴയൊക്കെ ആയതുകൊണ്ട്. ഈ മുന്തി നിൽക്കുന്നത് ഇരുട്ടിൻ്റെ ആത്മാവാണ്. അസലായിട്ട് അഭിനയിച്ചില്ലേ ഈ എന്താണ് അല്ല അന്തപ്പുരം ഈ പടത്തിൽ അഭിനയിക്കാൻ എൻ്റെ നിൽക്കുകയാണ്. അതിനകത്ത് നസീർ സാറുണ്ട്, ഞാനുമുണ്ട്. അദ്ദേഹം തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ അമ്പാടിയോ അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ ഉച്ചയ്ക്ക് ഊണിനുള്ള ബ്രേക്ക് ഉണ്ടല്ലോ, ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡിയോയിൽ അദ്ദേഹം വരുന്നു. അതാണ് തന്നെ ഈ പടത്തിൽ എൻ്റെ അച്ഛനായിട്ട് അങ്ങാണ് അഭിനയിക്കുന്നത് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷം പോവുകയും ചെയ്തു. ആ ഒരു പ്രക്രിയ ഇന്ന് ആരെങ്കിലും കാണിക്കുമെന്ന് എനിക്ക് സംശയം. ഏത് നടന്മാർ, കാരണം അദ്ദേഹം ഒന്നും നമുക്കൊന്ന് പിടിച്ചാൽ എത്താൻ വയ്യാത്തൊരു ദൂരം നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോൾമേൽ കൊള്ളുക എന്നൊക്കെ പറയില്ലേ, സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. മലയാളത്തിൽ എക്കാലത്തെയും കഥകളി ബേസ് ചെയ്ത് ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിരുന്നു വാനപ്രസ്ഥം. അതെ, ആ വാനപ്രസ്ഥത്തിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ എന്തെങ്കിലും വിഷമം? ദുഃഖമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്. എന്തുകൊണ്ട് ഷാജി ആ പടത്തിൽ എന്നെ വിളിച്ചില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കഥകളിക്കാരായ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു, പിന്നെ കലാമണ്ഡലം ഗോപി, പിന്നെ ഒരുപാട് പേരെ പടത്തിൽ അഭിനയിച്ചു ഞാൻ കേട്ടു. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. വാനപ്രസ്ഥം മാത്രമല്ല, പിന്നെ വേറൊരു പടം വന്നല്ലോ, എന്താണ് കമല മറ്റേ ഡയറക്ടർ, കമലതളം ഒരു പടമില്ലേ? ആ, അങ്ങനെ 2-3 പടം വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു പീരിയോഡിക് സിനിമയായിരുന്നു, പീരിയോഡിക് അല്ലെങ്കിൽ പഴയൊരു ചരിത്ര സിനിമയായിരുന്നു 1921. അതിലൊരു തമ്പുരാൻ്റെ വേഷം വളരെ ഭംഗിയായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ടാകും. കാരണം വേറൊന്നുമല്ല, ഒരു സബ്ജക്റ്റ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, പഴയ
മാപ്പിളഹള എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല, സ്വാതന്ത്ര്യ സമരമാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുന്നത് കൂടെയാണ് ഈ പടത്തിന്. ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ എടുക്കുന്ന രീതിയിലാണ് ആ പടം എടുത്തിട്ടുള്ളത്. ഓരോ ഷോട്ടും അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി എന്താ പറയണ്ടേ ആസ്പെക്ട്സ്, മേക്കപ്പ് ആയാലും ശരി, അത്ര അലങ്കാരമായാലും ശരി, ഷോർട്സുകളാണെങ്കിലും ശരി, എന്തായാലും ശരി, എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് സാധിക്കുന്നത് എന്ന് പോലും ചില സമയത്തൊക്കെ നമുക്ക് തോന്നുന്നു. ഞാൻ അതിനകത്തൊരു കഥകളി ഭ്രാന്തനായ ഒരു തമ്പുരാനായിട്ടൊക്കെയാണ്. അതിനുവേണ്ടി ഒരു ദിവസം കഥകളി ചെയ്തു. അത് എൻ്റെ ആ കൊട്ടാരത്തിൽ പറയാൻ കലാവണ്ണക്കാരാണ് വന്ന് ചെയ്തത്. അതിനകത്തൊരു വാഗൺ ട്രാജഡി എന്ന സംഭവം ഉണ്ട്. ഇതിനകത്ത് കയറാവുന്നതിൻ്റെ 4 ആൾക്കാർ വാഗനകത്ത് കയറ്റി കൊണ്ടുപോയി, അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇതും അങ്ങനെ ചെയ്തു. മേക്കപ്പ് എമ്മോ ദിവസം ഇത് തിരിച്ചു വരുമ്പം എല്ലാവരും ചത്ത് മലമൂത്രാദികൾ വിസർജിച്ച് കിടക്കുന്നതായിട്ടാണ് ഇത് മേക്കപ്പ് മാൻ എമ്മോ ദേവചേട്ടൻ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് മേക്കപ്പിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കി. അവസാനം ബാഗൻ തുറന്നപ്പം ശരി സാർ അറിയാതെ അടക്കടക്കടേ മുക്കുത്തി പറഞ്ഞു. അത്ര ഗംഭീരമായിരുന്നു. പിന്നെ ആ പട്ടാളത്തിൻ്റെ ഓരോ ഷോട്ടും ഇത്രയേറെ ആർട്ടിസ്റ്റുകളെ ഒരു ഫ്രെയിമിലായിട്ട് ഒതുക്കാൻ അതെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ മറ്റൊരു സംവിധായകനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സംവിധായകൻ ഇപ്പോഴും ഞാനൊരു നല്ല സംവിധായകനാണെന്നൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ ഈ സംവിധാനം പഠിക്കുന്നത് മുഴുവൻ എനിക്ക് ഗുരുക്കളില്ല, ഗോഡ് ഫാദേഴ്സ് ഇല്ല, IV ശശിയുടെ സിനിമകൾ കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ സിനിമകളിലൊക്കെ ഒരുപക്ഷെ ചിലപ്പം ഒരു ശശി ചേട്ടൻ്റെ ഒരു ടച്ചൊക്കെ ചില സിനിമകളുണ്ട്. കാര്യം ഫ്രെയിമിൽ ആർട്ടിസ്റ്റുകളെ എങ്ങനെ ഒതുക്കാം എന്നുള്ളത് പഠിക്കേണ്ടത് ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശശിയേട്ട സിനിമകൾ. അപ്പം ശശിയേട്ടനെയും ജോഷിയേട്ടനെയും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വർമാജി യുവ സംവിധായകരുടെ ഇടയിൽ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ വളരെ കുറവാണെങ്കിലും ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലുള്ളവരുടെ ജയരാജൻ്റെ പടത്തിൽ ഒത്തിരി പേരുടെ പടത്തിൽ അപ്പോൾ ഇത്തരം മറ്റ് സംവിധായകരെ, അതായത് ജോഷിയേട്ടനെയും ശശിയേട്ടനെയും ഒഴിച്ചുള്ള സംവിധായകരെ വിലയിരുത്തുമ്പോൾ എന്താണ് അല്ല, ഇവരാരും മോശമല്ല. കമൽ മോശമല്ല, സത്യനന്ദിക്കാട് മോശമല്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ ഇപ്പം വച്ച് ഇതുപോലൊരു സിനിമ എടുക്കാൻ ഇവർക്ക് പറ്റുമല്ലോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, അവനൊക്കെ അഭിപ്രായം പറയാൻ പറ്റില്ല. ഷാജി കൈലാസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പടങ്ങൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പം വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ഇൻവോൾവ്മെൻ്റ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതുപോലൊരു ടെക്നിക്സ് അറിയാവുന്ന അല്ലെങ്കിൽ അതുപോലെ എടുക്കാനറിയാവുന്ന അത്രയും പ്രാഗൽഭ്യമുള്ള കഴിവുള്ള ഡയറക്ടർമാർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയാനുള്ളൂ.